അടിപൊളിയായിട്ട് കണ്ടോ. സുഹൃത്തുക്കളെ, നമ്മൾ ദുബായിലാണുള്ളത്. ഇപ്പോൾ ഡിസൈഡ് സഫാരിക്ക് പോവുകയാണേ. അപ്പം ഇവിടെ ഹോട്ടലിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 4x4 വണ്ടിയിലാണ് പോകുന്നത്. ഇതാണ് നമ്മളെ കൊണ്ടുപോകുന്ന ആള്. ഹായ് ഫൈൻ. അബ്ദുൽ അസീസ്. ഇദ്ദേഹമാണ് നമ്മളെ സഫാരിക്ക് കൊണ്ടുപോകുന്നത്. നാട്ടിൽ നിന്ന് നമ്മൾ ദുബായിക്ക് പോകാന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലും ഡിസൈഡ് സഫാരി മിസ്സാക്കരുതെന്ന്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ അവർ പറഞ്ഞു ഒരിക്കലും ഡിസൈഡ് സഫാരി മിസ്സാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ 2 മണിക്ക് വണ്ടിയെ കയറി ഒരു 4:30-5 ആകുമ്പോൾ അവർ ഡിസൈഡ് സഫാരി സ്ഥലത്തെത്തിക്കും. അവിടുന്ന് ഓഫ് റോഡ് വണ്ടിയിൽ ഡിസൈഡ് സഫാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മണലാരണ്യത്തിൽ കൂടെ ഉള്ള അഭ്യാസങ്ങളാണ്. അപ്പം നമ്മൾ യാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ്. ഒരു 1-1.5-2 മണിക്കൂർ കൊണ്ട് നമ്മൾ സ്ഥലത്തെത്തും. അപ്പം അവിടുത്തെ അഭ്യാസ പ്രകടനങ്ങളും അവിടുത്തെ വ്യത്യസ്തമായ വീഡിയോകളും പിന്നെ ബെല്ലി ഡാൻസ് അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതൊക്കെ ഒരു ഭയങ്കര ഹരമായിരിക്കും. എന്തായാലും നമ്മൾ കൂടത്തിയിരിക്കുക. അപ്പം ഇതാ നമ്മൾ തുടങ്ങും. വണ്ടികളാണ്. എല്ലാ വണ്ടിയും ഡിസൈഡിലേക്ക് പോകുന്ന വണ്ടികളാണ്. അപ്പം അതാ നമ്മുടെ പയ്യൻ നല്ല 22-കാരനാണ്. അന്ന് ചോര തിളക്കിയാണ് വീട്ടിലേക്ക് കൂടെ വന്ന വണ്ടികളെല്ലാം വെട്ടി അങ്ങ് പോവുകയാണ്. ഇത് പറഞ്ഞ ഒരു ക്രേസ് ആയി. ഇപ്പോൾ ഈ ദുബായിൽ ഇവിടെ മാത്രമേ ഇങ്ങനെ ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 4x4 ലൈനാണ്. എല്ലാം ഹെവി വണ്ടികൾ മൊത്തം ഡിസൈഡ് സഫാരിക്ക് പോകുന്ന വണ്ടികളാണ്. പയ്യൻ തകർത്തുക 160-100 വരെ. സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ എൻ്റെ ഫസ്റ്റ് പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പം അവർ നമുക്ക് ഒരു തലപ്പാവൊക്കെ അണിയിച്ച് തന്നിട്ടുണ്ട്. Here stop 40 minutes, 30 minutes like stop. You can want to drive for bikes. This bike area. ഡിസൈഡ് സഫാരിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവരിങ്ങനെ ഏതുകൊണ്ടില്ല പരുന്തിനെയൊക്കെ ആയിട്ട് വരും. അതൊന്ന് കാണിച്ച് അത് നമ്മൾ കയ്യെ വെച്ച് വീഡിയോ എടുക്കുന്നതിന് ഇത്ര രൂപ. പിന്നെ ഈ പറഞ്ഞ വണ്ടി ഓടിക്കുന്നതുണ്ടോ, അതൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്ന റേറ്റിന് ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ നേരിട്ട് ചെന്ന് കൗണ്ടറിൽ ചെന്നിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ചോദിക്കുക. ഇവർ പറയുന്ന ഒരാൾ ഓടിക്കുന്ന വണ്ടിയിൽ ഇത്ര രൂപ, 2 പേര് ഓടിക്കുന്ന വണ്ടിയിൽ ഇത്ര രൂപ, അങ്ങനെ ഇവർ പറയുന്ന റേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. ഒത്തിരി ഉടായ്പുണ്ട്. അപ്പം വളരെ വളരെ ശ്രദ്ധിക്കുക. ഇതിനകത്ത് വരുമ്പം നമ്മൾ ആദ്യം പറയുന്ന റേറ്റോ കാര്യങ്ങളൊന്നും അല്ല. നമ്മളോടിപ്പം ഒരു 1000 രൂപ വെച്ച് പറയുമ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒരുപാട് പൈസ നമുക്ക് ഒത്തിരി കൂടുതലാകുന്നുണ്ട്. 1000 എന്ന് പറഞ്ഞാൽ നമ്മുടെ 1000 അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും തുടക്കത്തിൽ തന്നെ ചെറിയ ഒരു ഉടായ്പ മണക്കുവാണ്. അപ്പം ബാക്കി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നോക്കാം നമുക്ക് എന്താണ്.
നമ്മളിവിടെ കൗണ്ടിൽ പോയിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള വണ്ടികളുണ്ട്. 30 മീറ്ററൊക്കെ 1100 രൂപ, 1700 രൂപ, 860 രൂപ 50 മീറ്റർ യമഹയുടെ. പിന്നെ പല വണ്ടികളുണ്ട്. ഇവിടെ ആദ്യത്തെ മീറ്റിംഗ് പോയിന്റാണ്. ഇവിടെ കാണാൻ ഒരുപാട് ആൾക്കാർ. നമ്മുടെ ഈ തലപ്പാവ് കെട്ടിത്തരുന്നതിന് അവർ ഇവിടെ ചാർജ് ചെയ്യുന്നത് 25 രൂപ 30 രൂപയൊക്കെയാണ്. 30 ദിർഹമാണ്. പക്ഷേ നമുക്കിതിപ്പം അബുദാബിയിൽ നിന്ന് ദുബായിൽ നിന്ന് ഒരു കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 10 രൂപയൊക്കെ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരെ തലയിലോട്ട് കെട്ടുമോ? അത് കണ്ടില്ലേ, തലയിലോട്ട് കെട്ടുന്നു. അപ്പോൾ നമ്മൾ അവർക്ക് ചുമ്മാ ഇത് മളനിയിൽ പ്രധാന തന്നെയാണ്. അവരത് കഴിയുമ്പോൾ വന്ന് ചോദിക്കും 20 രൂപ 30 രൂപ ചോദിക്കും. അതിങ്ങനെ നടക്കും ആൾക്കാർ. പറ്റീരിൻ്റെ ഏടാണ് ഇവിടെ. വളരെ സൂക്ഷിക്കണം. നമ്മളിവിടെ ഒരുപാട് സൂക്ഷിക്കാനുണ്ട് കേട്ടോ. ഡിസൈഡിലേക്ക് പോകണം. പിന്നെ കാറ്റ് പോയി ഇവിടെ വണ്ടി കാറ്റ് തീരെ കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് വേണം നമുക്ക് കയറി പോകാം കേട്ടോ. നൈസായിട്ട് കാറ്റ് കുറച്ചു. ഇത് ആശാൻ കാറ്റ് ഊരുവാണേ. താഴ്ന്നുണ്ടോ ഹാഫ് എയർ ഹാഫ് പകുതി കാറ്റിലാണ്. 15 പകുതി കാറ്റിലാണ് നമ്മുടെ വണ്ടി കയറുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. നമ്മൾ പോകാൻ പോകുന്ന വണ്ടി ഇതാണ്. ബാങ്ക് ക്രൂസറാണ്. ഇതാണ് കാറ്റ് കുത്തുക എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. കാറ്റ് കുത്തി ഇടുന്ന ഒരു മീറ്ററാണ് കേട്ടോ. മീറ്റർ പ്രഷർ മീറ്ററാണ് കയ്യിലിരിക്കുന്നത്. ഒരു പെൻസിൽ പോലുള്ള അത് നോക്കി കറക്റ്റായിട്ട് നോക്കിയിട്ട് എയർ മെഷർ അതുകൊണ്ട് എയർ മെഷർ ചെയ്യണം. 4 വീലിൻ്റെ കാറ്റടിച്ചു. പ്രഷർ മീറ്റർ എടുത്തു. പിന്നിട്ട് കേട്ടോ. നിത്യാഭ്യാസമാണ്. അതെല്ലാം നിത്യാഭ്യാസമാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഡിസൈഡിലേക്ക് കയറുവാണ്. വണ്ടിയുടെ കാറ്റെല്ലാം അഴിച്ചു വിട്ട് അവർ ഗംഭീരമാക്കി എല്ലാം എയറൊക്കെ സസ്പെൻഡ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗെറ്റ് റെഡിയല്ലേ? എല്ലാം റെഡിയല്ലേ? കിച്ചൺ റെഡിയാണോ? ഓക്കെ, റെഡി. ഡ്രൈവർ റെഡിയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് പണി തുടങ്ങുക കേട്ടോ. റെഡിയാണെന്ന് ചോദിച്ചാൽ നമ്മളല്ല വണ്ടി ഓടിക്കുന്നത് കേട്ടോ. എങ്കിലും റെഡിയാണെന്ന് ചോദിച്ചാൽ ചാട്ടം സഹിക്കാൻ വേണ്ടി. ഓ, പണി തുടങ്ങുവാണ്.
വണ്ടികൾ പോകുന്നുണ്ടോ? ദുബായ് വന്നിട്ട് ഇത്രയും നല്ല പോലെ എൻജോയ് ചെയ്തിട്ടില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും ഇത് മിസ്സാക്കരുത്. അല്ല തകർക്കുക കേട്ടോ, അടിപൊളിയായിട്ട് കണ്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. ഒരിക്കലും ദുബായ് വന്നാൽ ഇത് മിസ്സാക്കരുത്. കിടുക്കൻ എക്സ്പീരിയൻസ് ഉള്ള കിടുക്കൻ എക്സ്പീരിയൻസ്. വണ്ടികൾ ചേഞ്ച് അതൊക്കെ ഒരു ഭയങ്കര രസമാണ്. എല്ലാവരും കാർ പോകും, പക്ഷേ അതൊക്കെ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം അനുഭവിച്ചറിയുക, അല്ലാതെ നമ്മളെന്താ പറയുക. ഇത് കണ്ടില്ലേ, ഈ മള്ളാരണത്തിൽ വന്ന് ഇങ്ങനെ നിന്നിട്ട് ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടൊക്കെ കാണാം. കുറേ വണ്ടികൾ കംപ്ലൈൻ്റ് ഉണ്ട്. അങ്ങനെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇച്ചിരി പേടിയാവും. പക്ഷേ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഒരുപാട് ഡ്രിഫ്റ്റ് ചെയ്യുന്നു, അവരുടെ കാറ്റൊക്കെ അഴിച്ചിട്ട് അവർ ചെയ്യുന്നു കേട്ടോ. അവർക്ക് വെൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്. എനിക്കൊരു മടിയില്ല.
സെറ്റവാണ്. വൃഷ്ടി ചെയ്ത് കേട്ടോ, രക്ഷയില്ല. അമ്മേ ഡിസൈഡിലൂടെ ഉള്ള ഓടിയലും അഭ്യാസങ്ങളും കഴിഞ്ഞ് ഇനിയിപ്പം കാറ്റ് കയറ്റുന്ന പരിപാടിയാണ് കേട്ടോ. അഴിച്ചു വിട്ട കാറ്റ് കയറ്റുകയാണ്. ഇപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത നമ്മൾ ചളങ്ങി കിടക്കുന്ന ടയറിന് ഇപ്പൊ ഒരു നേരെയാണ്. കാറ്റ് കയറ്റിയിട്ട് വേണം. ഇനിയിപ്പോ ബെല്ലി ഡാൻസ് ഉണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പ്രൊസീജിയർ ചെയ്യുന്നതാണ് കാറ്റടിക്കൽ. മുഴുവൻ ടയർ കടയാണ്. അപ്പം നമ്മളെ ക്യാമ്പിൽ അടുത്ത സ്ഥലത്തേക്ക് ഇതുണ്ടോ കൊണ്ടുപോകണം. ഇപ്പോൾ ഫ്ലൈറ്റുകളുണ്ടോ വളരെ താന്ന പറക്കുന്നുണ്ടോ. എപ്പോഴും കിളികൾ കാക്ക പറന്ന് നടക്കുന്നവരെ അവിടെ ഫ്ലൈറ്റ് നടക്കുന്നത് കേട്ടോ. എയർപോർട്ട് അടുത്തായിരിക്കും, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തൊക്കെയാണ് പ്രോഗ്രാം നോക്കാം. അദ്ദേഹമാണ് നമ്മുടെ ഗൈഡും ഡ്രൈവറും എല്ലാം. വെൽക്കം, താങ്ക് യു. ക്യാമ്പിൽ നിന്ന് It's a welcome photo for campers. सामने खड़े हुए कारपेट पे आपका welcome photo. നമ്മുടെ ക്യാമ്പ് കേട്ടോ. Stand here sir. It's a welcome photo. ഇവിടെ ഇങ്ങനെ ഓരോ ടേബിളുകൾ ഇട്ടുണ്ട്. നമ്മുടെ ടേബിളിലേക്ക് ഒരു കൊണ്ടുപോവാണ്. അപ്പം നമുക്ക് പുറകിലെല്ലാം ഫ്രണ്ട് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇങ്ങനെ ഇവിടെയാണ് ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടുത്തെ ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് ലക്ക് കണ്ടോ, നമുക്ക് ഏറ്റവും നമ്പർ 1 ടേബിളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേബിൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഭാഗ്യമാണ്. കാരണം നല്ലൊരു ഏജൻസിയാണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 60 തരം ഡിഷസ് ഉണ്ട്. ഇത് വെജ് കൗണ്ടറാണ്. വെജ് കൗണ്ടർ. ഇവിടുന്ന് വെജ് ഐറ്റംസ്, ഒരുപാട് വെജ് ഐറ്റംസ് ഉണ്ട്. റൈസുണ്ട്, പനീർ പാസ്തയുണ്ട്, മിക്സഡ് വെജിറ്റബിൾ റൈസ്, ആലു ജീര, പനീർ ടിക്ക മസാല. പിന്നെ ഇവിടെ ലൈവായിട്ട് റൊട്ടി ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. റൊട്ടി ലൈവായിട്ട് ചെയ്ത് ബട്ടർ നാൻ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം വെജിറ്റബിൾ ഐറ്റം. അതവിടെ ഗ്രില്ല് ഏരിയ കേട്ടോ. ചിക്കൻ കൊച്ചി. ഓക്കെ, ഇതെല്ലാം വെജ് ഗ്രില്ലാണ്. പിന്നെ ഇവിടെ നോൺ വെജ് ഗ്രില്ലുണ്ട്. നോൺ വെജ് വിച്ച് ചിക്കൻ ലാം. ഓക്കെ, ചിക്കനും ലാമ്പും ആടും ഇവിടെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഹൈദരാബാദ് ഫ്രൈഡ് ഫിഷുണ്ട്. വറുത്ത മീൻ, ഹൈദരാബാദി ഫുഡ് ഫിഷ്. പിന്നെ ചിക്കൻ തന്തൂരി, ചീസ്, ചൈനീസ് ചിക്കൻ ഉണ്ട്. പിന്നെ പിസ്ത ഉണ്ട്. ബട്ടർ ചിക്കൻ, സീ ഫുഡ് ഉണ്ട് ഇവിടെ. ചിക്കൻ നൂഡിൽസ്,
സലാഡ്സ് ഒരുപാട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. സലാഡുകൾ വെജിറ്റബിൾ പൊട്ടറ്റോ റോള്, പക്കോട, കൗണ്ടറുണ്ട് കേട്ടോ. ബാറിൽ മദ്യം ഏത് വേണമെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് ചാർജബിൾ ആണ് കേട്ടോ, ഫ്രീ ആണ്. പക്ഷേ മദ്യം ചാർജബിൾ ആണ്. ഈ ഡ്രസ്സ് ഇട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം ഫ്രീ ആട്ടോ. ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സീഷേ അല്ലേ, സാൻഡാർട്ട്. ഓക്കെ, സീ ഫുഡിൻ്റെ പ്ലാറ്റർ എടുത്തിട്ടുണ്ട്, ലാമ്പ് ഗ്രില്ലെടുത്തിട്ടുണ്ട്, ചിക്കൻ ഗ്രില്ലെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചൈനീസ് ഐറ്റങ്ങൾ. അപ്പോൾ എല്ലാം കൂടെ ഒരു അവിയിൽ വരുത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അൺലിമിറ്റഡ് 66 ഐറ്റം അൺലിമിറ്റഡ് ആയിട്ട് അവർ കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ യാത്ര തന്നെ ഇതേ മുതലാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ശരിക്കും. കാരണം പിന്നെ അതിനിടയ്ക്ക് ചെറിയ ഉടായ്പൊക്കെ ആയിട്ട് അവർ വരുന്നുണ്ട്. കാരണം ഈ ഓരോ സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ആയിട്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അത് ഭയങ്കര വിലയാണ്. നമുക്കത് പുറത്ത് സ്ട്രീറ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ആദ്യം ഈ സീ ഫുഡിൻ്റെ പ്ലാറ്റർ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഇതുണ്ടല്ലേ സീ ഫുഡ് പ്ലാറ്റർ. വളരെ ടേസ്റ്റ് കേട്ടോ അല്ലേ. ഇവരെല്ലാം സീ ഫുഡ് കഴിച്ച് ഞാനൊന്ന് വാഷ്റൂമിൽ പോയ സമയത്ത് അടിപൊളിയാന്ന് പറഞ്ഞ് ഞാൻ എടുത്തതാണ് കേട്ടോ. സൂപ്പറാണ്, നമ്മൾ സൂപ്പറാണ്. പിന്നെ ആ ലാബിൻ്റെ കബാബ് അത് നമുക്കത് ഈ സോസിലൊന്ന് ടിപ്പ് ചെയ്ത് ഇവിടെ നോക്കത്. ഒരു രക്ഷയില്ലാട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. കാരണം വീഡിയോ എടുപ്പ് എല്ലാം കൂടെ നടക്കത്തില്ല. കഴിച്ചുകൊണ്ടിരിക്കാം. ഇടയ്ക്ക് നമുക്ക് വീഡിയോയിലേക്ക് വരാം. അതിനിടയ്ക്ക് ബെല്ലി ഡാൻസ് ഉണ്ട്. ഇപ്പം ആണുങ്ങളുടെ 5 ഡാൻസാണ് നമുക്ക് മനസ്സിലായില്ല. അവരൊന്നൊരു പ്രോഗ്രാം കഴിഞ്ഞ് പോയി. ഇനി പതുക്കെ നമുക്ക് പതുക്കെ വീട്ടിലേക്ക് വരാം.
നമ്മുടെ ഡിസൈഡ് സഫാരിയൊക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോവുകയാണ്. പക്ഷേ ഇത് കഴിയണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. കാരണം ഒരു 3 മണിക്കൂറുള്ള എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയേ, അടിച്ചു പൊളിക്കാൻ വേണ്ടി. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മളിലൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് തകർക്കുകയാണ്. അപ്പോൾ എല്ലാവരും ദുബായിക്ക് വരിക, ഡിസൈഡ് സഫാരി മിസ്സാക്കരുത് കേട്ടോ. എല്ലാവരും പറയുന്ന പോലെ ഡിസൈഡ് സഫാരി ഒരു കാരണവശാലും മിസ്സാക്കരുത്. എല്ലാവരും വരുമ്പോൾ ഡിസൈഡ് സഫാരി അടിച്ചു പൊളിക്കുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.